ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളുടെ സോഷ്യോളജിയുടെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ സോഷ്യോളജിയുടെ മെയിൻ ചാപ്റ്ററുകളൊക്കെ തീർന്നു. ഇനി നമ്മൾ ഓപ്ഷണൽ ചാപ്റ്ററാണ് എടുക്കുന്നത്. അതിനകത്ത് ഓപ്ഷണൽ ചാപ്റ്ററിനകത്ത് നമുക്ക് എ ബി എന്ന് പറയുന്ന 2 ഭാഗങ്ങളാണുള്ളത്. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം പഠിച്ചാൽ മതി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നത് എ പാർട്ടാണ്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസിനകത്ത് ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടാണ് അതിനകത്ത് ഓപ്ഷൻ ഉണ്ടായിരിക്കുക. എയോ ബിയോ ഏതെങ്കിലും നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം എ ആണ് നിങ്ങൾ ചോയ്സ് ചെയ്യുന്നതെങ്കിൽ അത് മൊത്തം എഴുതണം. എക്കകത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും നിങ്ങൾ എഴുതിയിരിക്കണം. ഇനി ബി ആണെങ്കിൽ എ പാർട്ടിൽ ഒന്നും തന്നെ എഴുതരുത്, ബി പാർട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ എനിക്ക് ബിയിലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയാം, എയിലെ ഒരെണ്ണം അറിയാം അങ്ങനെയൊക്കെ വരിക. അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ പോലും നമ്മൾ ഏതാണോ തിരഞ്ഞെടുക്കുന്നത് ആ പാർട്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി അവിടെ ഇവിടെ ആയിട്ട് രണ്ടും കൂടി കൂട്ടിക്കലർത്തി ഒന്നും എഴുതിയേക്കരുത് എക്സാമിന്. അപ്പം വളരെ ശ്രദ്ധിച്ച് അത് നോക്കണം കേട്ടോ. പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എക്സാമൊക്കെ എടുക്കാറായി. ഏപ്രിൽ മാസത്തിലായിരിക്കുമല്ലോ നിങ്ങളുടെ എക്സാം. അപ്പം എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നന്നായിട്ടിരുന്ന് പഠിക്കുക. സോഷ്യോളജി വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം നിങ്ങളതൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നതാണെങ്കിൽ എ പാർട്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി കൂടി നല്ലത്, എളുപ്പമുള്ളതും. അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ എ പാർട്ട് എടുത്തേക്കുന്നത് നിങ്ങൾക്കാണെങ്കിൽ. അപ്പം അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എ പാർട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു നമ്മുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് എ പാർട്ട് തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദ ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ എഗനിസ്റ്റ് എനി സിറ്റിസൺ ഗ്രൗണ്ട് ഓഫ് സെക്സ്. അതായത് ലിംഗവിവേചനം തടയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന്. ലിംഗവിവേചനം തടയുന്ന ഭരണഘടനാ വകുപ്പ്. ലിംഗവിവേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അത് തടയുന്നതിനുള്ള ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 15. 1-ാം വകുപ്പിലെ 15-ാമത്തെ അധ്യായത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മെൻഷൻ 2 ഗ്രേറ്റ് എപ്പിക്സ് ഓഫ് ഹിന്ദു. ഹിന്ദു മതത്തിനകത്തെ പ്രധാനപ്പെട്ട 2 ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? മഹാഭാരതവും രാമായണവും അല്ലേ. ഹിന്ദു മതത്തിലെ 2 പ്രധാനപ്പെട്ട എപ്പിക്സാണ് ഏതൊക്കെയാണ്? മഹാഭാരതവും രാമായണവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ് ദ സതി പ്രൊഹിബിഷൻ ആക്ട്. സതി നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമം പാസ്സാക്കിയ വർഷം 1829. അപ്പോൾ നമുക്കറിയാം സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്. സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പേരെന്താണ്? ബ്ലെൻഡിക് പ്രഭു എന്നാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗവർണറുടെ പേരാണ് ബ്ലെൻഡിക് പ്രഭു. അതിന് സതി നിർത്തലാക്കാൻ സഹായിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. വെൻ ഡിഡ് മോഡേൺ പീരീഡ് സ്റ്റാർട്ടഡ്. എപ്പോഴാണ് മോഡേൺ പീരീഡ് സ്റ്റാർട്ട് ചെയ്തത്? ആധുനിക കാലഘട്ടം ആരംഭിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൺ സ്റ്റാറ്റസ്. അതായത് വുമൺ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ സ്ത്രീകളുടെ പദവി ഉയർത്താൻ വേണ്ടി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, എങ്ങനെയാണ് സ്ത്രീകളുടെ പദവി ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അതൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ബംഗാളിൽ വിധവകളുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ബംഗാളിലായിരുന്നു. ഓർത്തു വെക്കുക കേട്ടോ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രവർത്തന മണ്ഡലം എന്ന് പറഞ്ഞാൽ ബംഗാളായിരുന്നു. ബംഗാളിലെ വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ചൊരു വ്യക്തിയായിരുന്നു. ഇന്ത്യയിൽ വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെയധികമാണ്. വിധവകളായ സ്ത്രീകളുടെ പുനർവിവാഹത്തിന് വേണ്ടി ഇദ്ദേഹം വളരെയധികം ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. വിധവകൾ പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ വിധവകളായി തീർന്ന ചെറുപ്പക്കാരായ സ്ത്രീകൾ നിരവധി അവഗണനകളും കഷ്ടപ്പാടുകളും സഹിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ വിധവ പുനർവിവാഹം എന്നത് തീർത്തും നിഷിദ്ധമായ ഒന്നായിരുന്നു. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രവർത്തന ഫലമായി 1856 വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കപ്പെട്ടു. അതായത് ആ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമുക്കറിയാം എന്നാണ്
പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്നൊക്കെ പറയുന്നത് വളരെ ചെറുപ്രായമായിരുന്നു അന്നൊക്കെ. 18 അല്ല 13 12 വയസ്സിലൊക്കെ ആണേൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയച്ചിരുന്നു. അപ്പോൾ ആണേൽ അവരെ കല്യാണം കഴിക്കുന്ന ആളുകൾക്കാണേൽ പുരുഷന്മാർക്കാണേൽ 10-60 വയസ്സുള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ ശൈശവ വിവാഹമൊക്കെ നിലനിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പം കല്യാണം കഴിച്ച് പെട്ടെന്ന് തന്നെ കുറച്ച് നാൾ താമസിച്ച് കഴിയുമ്പോൾ 1-2 മാസം അല്ലെങ്കിൽ 1-2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേന് ഭർത്താക്കന്മാർ മരിച്ചു പോവുകയും ഈ കുട്ടികൾ അപ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ വിവാഹപ്രായം ആകത്തേ ഉള്ളായിരിക്കും ഈ പെൺകുട്ടികൾ അല്ലേ, ചെറുപ്രായത്തിലെ പിടിച്ച് കെട്ടിച്ച പെൺകുട്ടികൾക്ക്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ സമൂഹത്തിൽ ഒത്തിരിയേറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഇവർക്ക് സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അവർക്ക് വേണ്ടി വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കപ്പെടുകയും വിധവാ പുനർവിവാഹം നടത്തണമെന്നും പറഞ്ഞ് അദ്ദേഹം ഒത്തിരിയേറെ പ്രയത്നിക്കുകയൊക്കെ ചെയ്തു. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട വിധവകളെ പുനർവിവാഹത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ബംഗാളിലായിരുന്നു. ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ ഈ കാലഘട്ടത്തിൽ വിധവകളായ സ്ത്രീകൾ അനുഭവിച്ചിരുന്നു. അതിനൊക്കെ അറുതി വരുത്താൻ വേണ്ടിയാണ് വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് സോഷ്യൽ റിഫോർമർ ഓഫ് ജ്യോതിബ ഫുലെ അബൌട്ട് ഹിസ് ആക്ടിവിറ്റീസ് ഫോർ വുമൺ. അതായത് അടുത്തൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ എപ്രകാരമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്ത്രീകളുടെ പദവി ഉയർത്താൻ വേണ്ടി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പം മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഈ ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. ഇദ്ദേഹം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ 1847 അദ്ദേഹം പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ സ്ഥാപിച്ചു. 1852 ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. അപ്പം ജ്യോതിബ ഫുലെ ദളിത് പെൺകുട്ടികൾക്ക് വേണ്ടിയും സ്കൂളുകളൊക്കെ സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ദളിതർക്ക്, അവർക്ക് ആദ്യ കാലഘട്ടത്തിലൊന്നും ദളിതർ സമൂഹത്തിൽ താഴ്ന്ന പദവിയിലുള്ളവർക്കൊന്നും സ്കൂളിൽ പോകാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പം ജ്യോതിബ ഫുലെയാണ് അവരെയും കൂടി സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടി, പെൺകുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സ്കൂൾ ആദ്യമായിട്ട് സ്ഥാപിച്ചത്. പിന്നെ വിധവകളുടെ പുനർവിവാഹത്തെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ വിധവകളായ സ്ത്രീകളുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് അദ്ദേഹം ഒരു ആലയം തന്നെ സ്ഥാപിക്കുകയുണ്ടായി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനായി നിരവധി പ്രോത്സാഹനങ്ങളൊക്കെ നൽകിയ ഒരു വ്യക്തിയായിരുന്നു ഈ ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡ്യൂറിങ് ദ ഏർലി വേദിക് പീരീഡ്. സ്ത്രീകളുടെ പദവി ആദ്യ വേദ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്ന് വിശദമാക്കുക. സ്ത്രീകൾക്ക് ആദ്യ വേദ കാലഘട്ടത്തിൽ, അതായത് ആദ്യ വേദ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേന് ഋഗ്വേദ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോഴുള്ള പദവി എന്താണെന്നും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. സ്ത്രീകളുടെ പദവികൾക്ക് എല്ലാ സമൂഹങ്ങളിലും അർഹിക്കുന്ന പ്രാധാന്യം ലഭിച്ചിരുന്നില്ല. സ്ത്രീകൾക്ക് എല്ലാ സമൂഹങ്ങളിലും ഒക്കെ ഒരുപോലെ ഒരു പദവിയൊന്നും ലഭിച്ചിരുന്നില്ല അല്ലേ. മറ്റെല്ലായിടത്തും എന്നതുപോലെ ഇന്ത്യയിലും പുരുഷാധിപത്യ സമൂഹം സ്ത്രീകളെ വെറും വസ്തുക്കളായാണ് കാണുന്നത്. ഇന്ത്യയിലാണേൽ ഒരു പുരുഷാധിപത്യ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ വെറും വസ്തുക്കളായിട്ടാണ് കാണുന്നത്. സ്വന്തം കുടുംബത്തിനുള്ളിൽ തന്നെ പൊതുവെ മാതാപിതാക്കന്മാരും ഒക്കെ ആണേൽ സ്ത്രീകളെ അടിമകളായിട്ട് വെക്കാറുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളും എന്നാൽ പറയുന്നത് എങ്ങനെയാണ്, സ്ത്രീകളെ വളരെ താല്പര്യത്തോടുകൂടി സ്വീകരിക്കണമെന്നുള്ളതാണ്. എല്ലാ മതഗ്രന്ഥങ്ങളുടെയും വളരെയധികം പരിഗണനകൾ കൊടുക്കണമെന്നൊക്കെയാണ്, സൃഷ്ടിയുടെ മകുടമാണ് എന്നൊക്കെയാണ് പറയാറുള്ളത് സ്ത്രീയെക്കുറിച്ച്. നമുക്ക് നോക്കാം. മനുസ്മൃതിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന്, സ്ത്രീകൾ എവിടെ ആരാധിക്കപ്പെടുന്നു അവിടെ ദൈവം വസിക്കുന്നു എന്നാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതായത് മനുസ്മൃതിക്കകത്തൊക്കെ പറയുന്നത് സ്ത്രീകൾ എവിടെ ആരാധിക്കപ്പെടുന്നുവോ അവിടെ ദൈവം വസിക്കുന്നു എന്നാണ്. മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് എന്നാൽ ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഋഗ്വേദ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ പദവി എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാലഘട്ടമായിരുന്നു ആദിവേദ കാലഘട്ടം എന്ന് പറയുന്നത്. ഋഗ്വേദ കാലഘട്ടമൊക്കെ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇന്ത്യ ചരിത്രത്തിൽ. വേദകാലഘട്ടത്തിൻ്റെ ആരംഭം, ഈ കാലഘട്ടത്തിൽ പുരുഷന് തുല്യമായൊരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. വേദകാലഘട്ടം തുടങ്ങിയപ്പോൾ തന്നെ പുരുഷന് തുല്യമായൊരു സ്ഥാനം സ്ത്രീക്കും അന്നുണ്ടായിരുന്നു. സ്ത്രീ സമൂഹത്തിനും പുരുഷനും ഒരുപോലെയുള്ള ഒരു തുല്യതയൊക്കെ ഈ കാലഘട്ടത്തിൽ, ഋഗ്വേദ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്, സാഹിത്യപരവും ചരിത്രപരവുമായ ഗവേഷണങ്ങളെല്ലാം തെളിയിക്കുന്നതും ഇതുതന്നെയാണ്. പെൺകുട്ടികൾ ഉണ്ടാകുന്നത് ശുഭകരമായിട്ടൊക്കെയാണ് അന്ന് കണ്ടിരുന്നത്. പിന്നെ പെൺകുട്ടികളുടെ പിതാക്കന്മാരെയൊക്കെ ആണെങ്കിൽ ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നൊരു കാലഘട്ടമായിരുന്നു ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത്.
സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വൈവാഹിക ജീവിതമൊന്നും നിർബന്ധമുണ്ടായിരുന്നില്ല. അതായത് സ്ത്രീകൾക്ക് കല്യാണം കഴിച്ച് ജീവിക്കണം എന്നുള്ള നിബന്ധനകളൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അനുവാദമൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവിവാഹിതരായി തുടരാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വിവാഹത്തിന് പ്രായപരിധിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും സാധാരണയായി വിവാഹപ്രായം 14-നും 17-നും മധ്യേയായിരുന്നു. വിദ്യാസമ്പന്നരായ സ്ത്രീകൾക്ക് വേദകാലത്ത് ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഇതിനൊക്കെ കഴിഞ്ഞിരുന്നു. അതായത് വലിയ കർക്കശമായ നിയമങ്ങളൊന്നും തന്നെ ഈ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കിന് വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അതുപോലെ വിവാഹപ്രായം എന്ന് പറയുന്നത് 14-നും 17-നും ഇടയിലായിരുന്നു. പിന്നെ അന്നേരം സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഋഗ്വേദ കാലഘട്ടം വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ ഭർത്താക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പുനർവിവാഹത്തിനൊക്കെയുള്ള അനുമതിയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഈ പുനർവിവാഹം ചെയ്യുന്നതിനെ നിയോഗ എന്ന വിധവാ വിവാഹ സമ്പ്രദായത്തെ അറിയപ്പെട്ടിരുന്നത്. നിയോഗ എന്നാണ് ഇതിനെ പറഞ്ഞിരുന്നത്. അതായത് ഭർത്താവ് രോഗബാധിതനായി മരിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുടെ അനുവാദത്തോടെ ഭർത്താവിൻ്റെ സഹോദരന്മാരിൽ ആരെങ്കിലും അവരെ വിവാഹം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈ സമ്പ്രദായമാണ് നിയോഗ എന്ന് പറയുന്നത്. ഭർത്താവ് രോഗം ബാധിച്ച് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ സഹോദരന്മാർക്ക് ഇവരെ സ്വീകരിക്കാനുള്ള ഈ വിധവയെ സ്വീകരിക്കാനായിട്ട് അനുവാദമുണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയോഗ എന്ന് പറയുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെയും കല്യാണം കഴിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വിധവ ഭർത്താവിൻ്റെ സഹോദരനെ തന്നെ വിവാഹം ചെയ്യണമെന്നുള്ള നിർബന്ധമോ ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ താല്പര്യപ്രകാരം ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നു. ഇപ്പം ഋഗ്വേദ കാലഘട്ടത്തിൽ സ്ത്രീക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു എന്നാണ് ഇതിന്ന് വ്യക്തമാക്കുന്നത്. ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാമായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ സതിയെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആണെങ്കിൽ പെൺകുട്ടികളും അതേ തീയിൽ തന്നെ ചാകണം. അതാണ് സതി എന്ന് പറയുന്നത്. അങ്ങനത്തെ സതിയോ ഒന്നും ഈ ഋഗ്വേദ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ശൈശവ വിവാഹവും അക്കാലത്ത് നടന്നതായിട്ട് പറയപ്പെടുന്നില്ല. ഋഗ്വേദ കാലഘട്ടത്തിൽ ശൈശവ വിവാഹങ്ങൾ കുറവായിരുന്നു. അതുപോലെ തന്നെയാണെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹം പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമാണ് നടത്തിയിരുന്നത്. അതിന് സ്ത്രീധനം ഒരു തടസ്സമായിരുന്നില്ല. പിന്നെ സ്ത്രീധനമോ ഒന്നും കൊടുത്തിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ പിതൃദായക ക്രമമാണ് സമൂഹത്തിൽ നിലനിന്നിരുന്നത്. കുടുംബകാര്യങ്ങളിൽ പിതാവായിരുന്നു പരമാധികാരി. അപ്പം ഋഗ്വേദ കാലഘട്ടത്തിൽ പിതൃദായക ക്രമമാണ് നിലനിന്നിരുന്നത്. കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് കുടുംബനാഥനായിരുന്നു. ആദരണീയമായ വിധേയത്വം എന്ന മട്ടിലാണ് സ്ത്രീയെ പരിഗണിച്ചിരുന്നത്. വേദകാലഘട്ടത്തിൽ ഭാര്യയെ സ്നേഹത്തോടും മര്യാദയോടുകൂടിയുമാണ് പരിചരിച്ചിരുന്നത്. സഹനം, ക്ഷമ, സമർപ്പണം എന്നീ ഗുണങ്ങളുടെ മൂർത്തിഭാവമായിരുന്നു സ്ത്രീ. മതപരമായ ചടങ്ങുകളിലും യാഗങ്ങളിലും പുരുഷനോടൊപ്പം തന്നെ സ്ത്രീക്കും പങ്കെടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടായിരുന്നു. ഋഗ്വേദത്തിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ വെച്ച് ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുരുഷന് തുല്യമായ പദവി അനുഭവിച്ചിരുന്നു. ഏകപത്നി സമ്പ്രദായമാണ് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു പത്നിത്വ സമ്പ്രദായം അല്ല, ഏകപത്നി സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അപൂർവമായി ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. വിധവകൾക്ക് ഭർതൃ സഹോദരനെ പുനർവിവാഹം ചെയ്യാൻ അനുവദിച്ചിരുന്നു. വിവാഹമെന്ന നിർബന്ധമായ പ്രക്രിയയായി കരുതപ്പെട്ടിരുന്നില്ല. വിവാഹം എന്ന് പറയുന്ന ഒരു നിർബന്ധിത പ്രക്രിയയായിട്ടൊന്നും കരുതപ്പെട്ടിരുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് തുല്യ അവസരം വേണമായിരുന്നു. ഇനി ഇതൊക്കെയായിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ പദവിയിൽ താഴ്ച സംഭവിച്ചു. സാമൂഹ്യവും മതപരവുമായ രംഗങ്ങളിൽ നിന്ന് സ്ത്രീകളെ ഒഴിച്ചു നിർത്താൻ തുടങ്ങി. പിന്നീടായപ്പോഴത്തേന് ഋഗ്വേദ കാലഘട്ടത്തിൽ സ്ത്രീക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിച്ചു. എന്നാൽ പിന്നെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്ത്രീയുടെ പദവിയൊക്കെ കുറയാൻ വേണ്ടി തുടങ്ങി. പിൽക്കാല വേദകാലഘട്ടമായപ്പോഴത്തേക്കിന് മതപരമായ ചടങ്ങുകളിൽ നിന്നൊക്കെ സ്ത്രീകളെ ഒഴിച്ചു നിർത്താൻ തുടങ്ങി. വിശുദ്ധി തുടങ്ങിയ സ്ഥാനം പിടിച്ചു. ശുദ്ധത ഉണ്ടാവണം, മതപരമായ കർമ്മങ്ങളിലൊന്നും സ്ത്രീ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള
ആചാരങ്ങളുമെല്ലാം പിന്നീടാണ് വന്നു ചേർന്നത്. കുടുംബങ്ങളിൽ ആൺകുട്ടികൾക്ക് ഉയർന്ന പദവിയും സ്വത്തവകാശവും കൈവരിക്കാൻ തുടങ്ങി. ഭർത്താവിന് ഭാര്യയുടെ മേൽ പൂർണ്ണ നിയന്ത്രണം കൈവന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു. വിവാഹപ്രായം ഗണ്യമായി കുറഞ്ഞു. പുരുഷന് പുനർവിവാഹമാകാമായിരുന്നു. സ്ത്രീയുടെ പുനർവിവാഹം കാര്യമായി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും സ്ത്രീയുടെ സാമൂഹ്യ പദവി ഈ കാലഘട്ടത്തിൽ തകർച്ചയെ നേരിട്ടു. ഇതിഹാസങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളിൽ മാതൃകാ സങ്കല്പങ്ങളായി വാഴ്ത്തപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി വിവരിക്കുക. ഇപ്പോൾ ജൈന ബുദ്ധ മതഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന സാമൂഹ്യ പദവി അലങ്കരിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ബുദ്ധ ജൈന കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഉന്നത പദവി ഉണ്ടായിരുന്നു. നമ്മളത് നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്ത്രീകൾക്ക് ഉന്നത പദവി ഉണ്ടായിരുന്നു. സ്ത്രീകളും സന്യാസത്തിലുമൊക്കെ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മതപരമായ ചർച്ചകളിൽ പങ്കെടുക്കാനും എല്ലാം സ്ത്രീകളെ അനുവദിച്ചിരുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ബുദ്ധ ജൈന മത കാലഘട്ടത്തിൽ സ്ത്രീകൾ സന്യാസിമാരാകുന്നുണ്ട്. അതുപോലെ തന്നെ മതകാര്യങ്ങളിലും ഒക്കെ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാനായിട്ട് സ്ത്രീക്ക് അനുവാദം ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിക്ലൈൻ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ധർമ്മശാസ്ത്ര. അതായത് ധർമ്മശാസ്ത്രങ്ങളുടെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പദവി കുറയാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണ്? ധർമ്മശാസ്ത്ര കാലഘട്ടത്തിൽ സ്ത്രീയുടെ സാമൂഹ്യവും മതപരവും സാമ്പത്തികവുമായ പദവി കുറഞ്ഞു. ധർമ്മശാസ്ത്ര കാലഘട്ടത്തിൽ സ്ത്രീയുടെ പദവിക്ക് കുറവ് സംഭവിച്ചു. എല്ലാ കാര്യത്തിലും സ്ത്രീ പുരുഷനെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നു. എല്ലാ കാര്യത്തിലും സ്ത്രീ പുരുഷനെ ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നു. അതാണ് ധർമ്മശാസ്ത്ര കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. സ്ത്രീകൾ അവഗണിക്കപ്പെടാൻ വേണ്ടി തുടങ്ങി. സാമൂഹ്യ പെരുമാറ്റ മാതൃകകളും നിയമങ്ങളും നിലവിൽ വന്നു. മനുസ്മൃതി സമൂഹത്തിൽ സ്ഥാനം പിടിച്ചു. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. സ്ത്രീകളുടെ സാമൂഹ്യ പങ്കും ഇതിനാൽ പരിമിതപ്പെട്ടു. അതായത് മനുസ്മൃതിക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന്. അങ്ങനെയല്ല ഉദ്ദേശിച്ച മനുസ്മൃതിക്കകത്ത്, അങ്ങനെയല്ല. മനുസ്മൃതി ഉദ്ദേശിച്ച് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്നുണ്ട്. അതായത് മനുസ്മൃതിക്കകത്ത് പറയുന്നത്, യഥാർത്ഥത്തിൽ പറയുന്നത് സ്ത്രീയെ ശൈശവത്തിൽ അച്ഛൻ്റെ സംരക്ഷണത്തിലും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലും, അത് കഴിയുമ്പോൾ മകൻ്റെ സംരക്ഷണത്തിലുമൊക്കെ സ്ത്രീ കഴിയണം, അവളെ എന്നും പൂജിക്കണം എന്നൊക്കെയാണ് മനുസ്മൃതിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു സ്ത്രീക്ക് എപ്പോഴും സംരക്ഷണം ആവശ്യമാണ്. അതുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്നൊരു പരിഗണനയൊക്കെയാണ് ധർമ്മശാസ്ത്ര കാലഘട്ടത്തിൽ ഉണ്ടായത്. സ്ത്രീകളുടെ സാമൂഹ്യ പങ്കും ഇതിനാൽ പരിമിതപ്പെട്ടു. പിന്നെ യജ്ഞവൽക്യ സ്മൃതിയിലും പ്രായപൂർത്തിയാകാതെ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് പാവമായി പരാമർശിക്കുന്നത് കാണാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശൈശവവിവാഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ധർമ്മശാസ്ത്ര കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും എന്താ സംഭവിച്ചത്? ശൈശവവിവാഹം പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് ഋഗ്വേദ കാലഘട്ടത്തിലൊക്കെ ശൈശവവിവാഹം ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീക്ക് നല്ല പദവി തന്നെ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബ്രഹ്മശാസ്ത്ര കാലഘട്ടമായപ്പോഴത്തേക്കിനും അതിന് മാറ്റങ്ങൾ വന്നു. വിവാഹപ്രായം കുറഞ്ഞു വന്നു. വിവാഹം ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാമൂഹ്യ ആചാരമായി മാറി. സ്മൃതികൾ അവിവാഹിതയായ സ്ത്രീകൾ മോക്ഷത്തിന് അർഹതയില്ല എന്ന് ഉദ്ഘോഷിച്ചു. പുരുഷന് സ്ത്രീയെ ശാരീരികമായി ശിക്ഷിക്കുന്നതിനുള്ള അനുവാദം നൽകപ്പെട്ടു. വിധവ പുനർവിവാഹം നിരുത്സാഹപ്പെടുത്തുവാനും തുടങ്ങി. സതി സമ്പ്രദായം വ്യാപകമായി തീർന്നു. സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഏറ്റവും മോശമായ സാമൂഹ്യ സ്ഥിതിയിലേക്ക് മാറാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സതിയൊക്കെ നിലവിൽ വന്നു. സതിസമ്പ്രദായം ധർമ്മശാസ്ത്ര കാലഘട്ടത്തിലാണ് ഈ സതിസമ്പ്രദായമൊക്കെ വരുന്നതും പുരുഷന് സ്ത്രീയെ ഉപദ്രവിക്കാനുള്ള അനുവാദമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സാമൂഹ്യ പദവിയൊക്കെ വളരെയധികം മോശമായി തീർന്നൊരു കാലഘട്ടമായിരുന്നു ധർമ്മശാസ്ത്ര കാലഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഡ്യൂറിങ് ദ മിഡിവൽ പീരീഡ്. മധ്യകാലഘട്ടത്തിൽ സ്ത്രീയുടെ പദവി എങ്ങനെയായിരുന്നു? മധ്യകാലഘട്ടത്തിൽ സ്ത്രീയുടെ പദവി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. പർദാ സമ്പ്രദായം കൂടുതൽ വ്യാപകമായി. വിവാഹപ്രായം ഗണ്യമായി കുറഞ്ഞു. അതായത് ശൈശവവിവാഹം ഈ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ പർദ ധരിച്ച് നടക്കേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടായി. ബഹുഭാര്യത്വം വർദ്ധിച്ചു വന്നു. ശൈശവവിവാഹവും സതീ സമ്പ്രദായം വ്യാപകമായി തീർന്നു. ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥിതി വളരെ മോശമായി തീർന്നു. വിവാഹം
പെൺകുട്ടികൾക്ക് അത്യന്താപേക്ഷിതമായി 15-ാം നൂറ്റാണ്ടിൽ രാമാനുജാചാര്യ തുടങ്ങിവെച്ച ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടി സ്ത്രീകളുടെ അവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായി. പിന്നെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടി സ്ത്രീകളുടെ അവസ്ഥയിലൊക്കെ മാറ്റമുണ്ടായി. സ്ത്രീകളുടെ സാമൂഹ്യ മതപരമായ ജീവിതത്തിൽ പുതിയ പ്രവണതകൾ കാണാൻ തുടങ്ങുന്നതിന് ഭക്തിപ്രസ്ഥാനം കാരണമൊക്കെ. അതായത് ഭക്തിപ്രസ്ഥാനം വന്നതോടുകൂടിയാണെങ്കിൽ സ്ത്രീകളുടെ സാമൂഹ്യ ജീവിതത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. സ്ത്രീകൾക്ക് മതസ്വാതന്ത്ര്യം അനുവദിച്ചത് ഭക്തിപ്രസ്ഥാനമാണ്. സ്ത്രീകൾക്ക് മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു ഭക്തിപ്രസ്ഥാനത്തിലൂടെ. മതസ്വാതന്ത്ര്യത്തോടൊപ്പം സാമൂഹ്യമായ ചില സ്വാതന്ത്ര്യങ്ങളും കൂടെ അവർ നേടിയെടുത്തു. അതായത് സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം കിട്ടിയൊരു കാലഘട്ടമായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിലൊക്കെയാണ് സ്ത്രീകൾക്ക് വലിയ പദവികളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ആദരിക്കപ്പെടുകയോ ഒന്നും ചെയ്തില്ല. പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചു. ഭക്തിപ്രസ്ഥാനമൊക്കെ വന്നതോടുകൂടി സ്ത്രീകൾക്ക് കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. പിന്നെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീകളും അക്കാലത്ത് ജീവിച്ചിരുന്നു. റസിയയും നൂർജഹാനും പ്രഗത്ഭരായ ഭരണാധികാരികളായിരുന്നു. അപ്പോൾ സ്ത്രീ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ കഴിവുകളൊക്കെ തെളിയിച്ച ഒരു കാലഘട്ടം കൂടിയാണ്. റസിയയും സുൽത്താന റസിയ, നൂർജഹാൻ ഇവരൊക്കെയാണെങ്കിൽ പ്രഗത്ഭരായ ഭരണകർത്താക്കളായിരുന്നു. ഹിന്ദുക്കൾക്കിടയിൽ രൂപവതിയും പത്മാവതിയും സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് കാരണമായും ലക്ഷ്മി ദേവി, മീരാഭായി എന്നിവരും ഇക്കാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തരായിരുന്നു. അപ്പം പ്രശസ്തരായിട്ടുള്ള പല സ്ത്രീകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭരിക്കുന്നതിനും പിന്നെ ഹിന്ദുക്കൾക്കിടയിൽ രൂപവതിയും പത്മാവതിയും സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് കാരണവുമായി തീർന്നു. ഇതൊക്കെയാണെങ്കിലും പിന്നെ ലക്ഷ്മിഭായി, മീരാഭായി തുടങ്ങിയവരൊക്കെ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായ പ്രധാന സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ വിവരിക്കാം. ആധുനിക യുഗത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് യുഗമെന്നും സ്വാതന്ത്ര്യാനന്തര യുഗമെന്നും. ആധുനിക കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ബ്രിട്ടീഷ് യുഗമെന്നും സ്വാതന്ത്ര്യാനന്തര യുഗമെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. എന്താണ് ബ്രിട്ടീഷ് യുഗം എന്ന് നോക്കാം. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായത്. സ്ത്രീകളുടെ ദയനീയ സ്ഥിതിയിലേക്ക് ഗവൺമെൻറ് ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. സതി, ശൈശവവിവാഹം, ബഹുഭർതൃത്വം, ബഹുഭാര്യത്വം, ദേവദാസി സമ്പ്രദായം, നിരക്ഷരത എന്നിങ്ങനെ സമൂഹത്തെ പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുന്ന നിരവധി സാമൂഹ്യ ദുരാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. സതി നിരോധന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവസര സമത്വത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം എന്നിവയൊക്കെ ശക്തിപ്പെട്ടു. അപ്പോൾ സതി നിർത്തലാക്കിയതോടുകൂടി 1829 സതി നിർത്തലാക്കുന്നത്. അതോടുകൂടിയാണെങ്കിൽ കുറച്ചും കൂടി മെച്ചങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നു. സതി നിരോധിച്ചു. പിന്നെ വിദ്യാഭ്യാസമൊക്കെ സ്ത്രീകൾക്ക് നൽകപ്പെട്ടു. അവസര സമത്വം സ്ത്രീകൾക്കുണ്ടായി. പിന്നെ ജ്യോതിബ ഫുലെയാണെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ചൊരു വ്യക്തിയാണ്. ദളിതരായ പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ചു കൊടുക്കുകയും ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ ആവിഷ്കരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയായിരുന്നു ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്വാതന്ത്ര്യാനന്തര യുഗം എന്ന് പറയുമ്പോഴത്തേന് ജനുവരി 26 നിലവിൽ വന്ന തുല്യ അവസരം സുരക്ഷിതമായ തൊഴിൽ സാഹചര്യവും ഉറപ്പുവരുത്തി. ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ 1954 പ്രത്യേക വിവാഹ നിയമം, 1955 ഹിന്ദു വിവാഹ നിയമം, 1956 ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം, 1961 പ്രസവാനുകൂല്യ നിയമം, 1976 തുല്യവേതന നിയമം, 1976 ശൈശവവിവാഹ നിയന്ത്രണ നിയമം, 1976 കരാർ തൊഴിൽ നിയമം, 1986 കുടുംബ കോടതികൾ, 1987 സതി നിരോധന നിയമ കമ്മീഷൻ. ഇങ്ങനെ കുറേയധികം കമ്മീഷനുകളും നിയമങ്ങളും എല്ലാം നിലവിൽ വന്നൊരു കാലഘട്ടമായിരുന്നു സ്വാതന്ത്ര്യാനന്തര യുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. എല്ലാവരും വായിച്ചു നോക്കുക.